സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി ബിൽഡിങ് ചെയ്തിട്ട് ഫിനാൻഷ്യലി ഒരു ബെനിഫിറ്റും ഇല്ല. അത് ക്യാഷ് പ്രൈസും കാര്യങ്ങളും നമ്മൾ പറയുന്ന ക്യാഷ് പ്രൈസ് പോലും പല സോഷ്യലും കൊടുക്കുന്നില്ല. എല്ലാവരും തിരക്കിൽ നിന്ന് തിരക്കിലോട്ടാണ് ജീവിക്കണം, തന്നെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ ജീവിക്കണത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തിരക്കുള്ള ഒരാൾക്ക് ഡെയിലി റെഗുലറായിട്ട് ഒരു കാര്യം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. തിരക്കൊക്കെ മാറ്റി വെച്ച് ഡെയിലി ഒരു 1.5 മണിക്കൂർ വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് കാണിക്കണം. നമുക്ക് ഹെൽത്ത് ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് ന്യൂ ഇയർ ആവേണ്ട ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ നമുക്ക് ജിമ്മിലോട്ട് വരാം. പിന്നെ കുറേ ജാനുവരിയിൽ ജോയിൻ ചെയ്യണ കുറേ പേര് മടിയുള്ളവരാണ്. ആത്മാർത്ഥമായിട്ടല്ലേ അവർ ഈ ജിമ്മിലോട്ട് വരുന്നത്. എല്ലാവരും പോകുന്നതെന്നാൽ ഞാനും പോകുന്നു. അല്ലെങ്കിൽ ഒരു ഫിലിം ഇറങ്ങുമ്പോൾ ഞാൻ നല്ല ബോഡിയാണ് അതേപോലെ ആക്കണം, അങ്ങനെ പോവാം. അങ്ങനെയല്ല, നമ്മളൊരു 6 മന്ത് ഏറ്റവും കുറഞ്ഞത് വർക്കൗട്ട് ചെയ്താലാണ് ബോഡി നല്ല ബോഡി കിട്ടുള്ളൂ. ഹായ്, എൻ്റെ പേര് വിപിൻ ചാക്കോ. എൻ്റെ വീട് തമ്മനത്താണ്. ഞാനിവിടെ ഒരു ഫിറ്റ്നസ് സെൻ്റർ അടുത്താണ്, VC ഫിറ്റ്നസ്. ജിമ്മ് നമ്മുടെ നാട്ടിൽ തുടങ്ങിയിട്ട് ഒരു 3 വർഷമായി. അതിന് മുന്നേ ഞാൻ പുറത്തായിരുന്നു, അബുദാബിയിലായിരുന്നു. അബുദാബിയിൽ ഒരു 5 വർഷം ജിമ്മിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നാട്ടിൽ കൊറോണയ്ക്ക് ശേഷം നാട്ടിലാണ്. ബോഡി ബിൽഡറാണ്. 3 തവണ മിസ്റ്റർ കേരള, സീനിയർ മിസ്റ്റർ കേരള, ജൂനിയർ മിസ്റ്റർ കേരള, മിസ്റ്റർ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗോൾഡ് മെഡൽ, മിസ്റ്റർ അബുദാബി, തമിഴ്നാട് യൂണിവേഴ്സിറ്റി ഗോൾഡ്, പിന്നെ മിസ്റ്റർ മണപ്പുറം ഈ വർഷം, മിസ്റ്റർ എറണാകുളം, അങ്ങനെ കുറേ ചാമ്പ്യൻഷിപ്പ് മെഡൽ വന്നിട്ടുണ്ട്. പണ്ട് ഞാൻ ഈ സ്റ്റേഡിയത്തിൽ സൈക്കിൾ ചവിട്ടാൻ വേണ്ടി പോയിരുന്നു. കല്ലൂർ സ്റ്റേഡിയത്തിൽ സൈക്കിൾ ചവിട്ടാൻ പോകുമ്പോൾ അതിൻ്റെ മേളിലൊരു ജിമ്മുണ്ട്, പാലാട്ടം സ്റ്റേഷൻ അവിടെ ഇരുന്നു, പോലീസ് സ്റ്റേഷൻ. അങ്ങനെ അവിടുത്തെ ജിമ്മിൽ ആശാൻ ബുള്ളറ്റ് ഉന്തി മേളിലോട്ട് കയറ്റും. ഷിഹാബ് എന്ന പേര്, ഷിഹാബ്. പുള്ളിയുടെ കൈ കണ്ട്, ഫോറാംസ് കണ്ടപ്പോൾ അന്ന് ഭയങ്കര മോട്ടിവേറ്റായി. അങ്ങനെയാണ് ജിമ്മിലോട്ട് പോകാനും ചേരാനും കാര്യങ്ങളൊക്കെ തോന്നിയത്, മനസ്സിൽ നിന്ന് തോന്നിയാണ്. പിന്നെ വർക്കൗട്ട് തുടങ്ങി. 14 വയസ്സിൽ വർക്കൗട്ട് തുടങ്ങി. ഇപ്പോൾ എനിക്ക് 30 വയസ്സായി. 16 വർഷമായിട്ട് ഈ ഫീൽഡിലാണ്. ആ പഠിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ യൂണിവേഴ്സിറ്റി പ്ലെയറായിരുന്നു. അപ്പോൾ കോളേജിനും വലിയ കാര്യമാണ് നമ്മൾ ഗെയിം ചെയ്യുമ്പോൾ, അവർക്ക് പേര് വരും. പിന്നെ പാഷനായിരുന്നു. എല്ലാവരും തകർത്ത് കിടക്കും, ടൂർ അടിച്ച് കിടക്കും. ആ സമയത്തൊക്കെ നമ്മളും വർക്കൗട്ട് ചെയ്യും, ഡയറ്റ് പിടിക്കും. ഒരു ഫംഗ്ഷൻ ഉണ്ടായ ഫുഡ് കഴിക്കാൻ പറ്റില്ല, ഓയിലുള്ള ഫുഡായാലും മധുരമായാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഇൻട്രസ്റ്റ് ആയിരുന്നു, ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. കോളേജ് ഫൈനൽ ഇയർ ആയപ്പോൾ തന്നെ മിസ്റ്റർ കേരളയായി, അന്ന് ജൂനിയർ മിസ്റ്റർ കേരളയായി. ആ സമയത്ത് ഫേസ്ബുക്കൊക്കെ ഭയങ്കര സംഭവമാണ്. ഫേസ്ബുക്കിലൊരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ 2000 ലൈക്സാണ്. 2000 ലൈക്ക് കിട്ടിയിട്ട് നമ്മളപ്പോൾ ജോലി അന്വേഷിച്ച് ഞാനൊരു ഫ്രണ്ടിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ ഫേസ്ബുക്കിൽ ഇൻ്റർവ്യൂ പോലും ഇല്ലായിരുന്നു. അവിടെ നിന്ന് അറബി കണ്ട് അങ്ങനെ ഡയറക്റ്റ് ജോലിക്ക് വിളിക്കിയത്. എൻ്റെ അടുത്ത് പേര് പോലും ചോദിച്ചില്ല, ബോഡി കണ്ടിട്ട് കയറിക്കോളാനാണ് പറഞ്ഞത്. അങ്ങനെ നമുക്കന്ന് ജോലിയായിരുന്നു അത്യാവശ്യം. ആ ജോലിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ നിന്ന് പോയി. അങ്ങനെ അവിടെ കയറി, അവിടെ വർക്ക് ചെയ്ത് ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. 10 മണിക്കൂർ 12 മണിക്കൂറൊക്കെ സ്ട്രൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. പക്ഷേ എന്നാലും നമ്മൾ പിടിച്ചു നിന്ന്. ബേസിക് സാലറി വളരെ കുറവാണ്. കാര്യം വെച്ചാൽ അറിയാലോ, ജിമ്മിൽ ബേസിക് സാലറി എന്ന് പറയുമ്പോൾ ഒരു 2500 ദിർഹംസ് 3000 ദിർഹംസ് ഒക്കെ വരുള്ളൂ. പിന്നെ നമ്മൾ പേഴ്സണൽ ട്രെയിനിങ്ങാണ് നമുക്ക് അന്ന് അവിടെ നന്നായിട്ട് കിട്ടിയിരുന്നത്. പിന്നെ നമ്മൾ നന്നായിട്ട് നിന്ന് കഴിഞ്ഞാൽ എവിടെയെങ്കിലും വിജയിക്കാം. ഫാമിലി ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഫാമിലി സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രദറായാലും മദറായാലും ഫാദറായാലും, ഫാദർ ഭയങ്കര ഇഷ്ടമാണ് ബോഡി ബിൽഡിങ്. ചെറുപ്പം മുതൽ ഇതറിയാവുന്നതുകൊണ്ട് നമ്മളതിൽ പ്രോത്സാഹിപ്പിക്കണമെന്നുണ്ട്. സ്വന്തമായിട്ട് അവർ തീരുമാനിക്കണം, ഞാൻ എനർജി ആയിട്ട് പോകണം, അല്ലെങ്കിൽ വ്യായാമം ചെയ്യണം എന്നുള്ള ഒരു ഇത്. ഫാദർ ഇവിടെ ഉണ്ട്. ഫാദറും വർക്കൗട്ട് ചെയ്യും. ഡെയിലി രാവിലെ 5 മണി തൊട്ട് രാവിലെ ഒരു 7:30 വരെ ഡെയിലി ജിമ്മിൽ വർക്കൗട്ട് ചെയ്യും. എല്ലാവരും തിരക്കിൽ നിന്ന് തിരക്കിലോട്ടാണ് ജീവിക്കണം, തന്നെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ ജീവിക്കണത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തിരക്കുള്ള ഒരാൾക്ക് ഡെയിലി റെഗുലറായിട്ട് ഒരു കാര്യം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. തിരക്കൊക്കെ മാറ്റി വെച്ച് ഡെയിലി ഒരു 1.5 മണിക്കൂർ വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് കാണിക്കണം. അല്ലാതെ ഒരു കാര്യമില്ല. കാരണം വെച്ചാൽ നമുക്കൊരു 40 വയസ്സ് കഴിഞ്ഞാൽ ആണായാലും പെണ്ണായാലും ബോഡിയുടെ മസിൽ മാസ് കുറയും, ഫാറ്റ് ഡെപ്പോസിറ്റ് കൂടും. ഫിറ്റ്നസ് എന്ന് പറഞ്ഞ സംഭവം എപ്പോഴും നോക്കേണ്ട ആവശ്യമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി ബിൽഡിങ് ചെയ്തിട്ട് ഫിനാൻഷ്യലി ഒരു ബെനിഫിറ്റും ഇല്ല.
ആ ക്യാഷ് പ്രൈസും കാര്യങ്ങളും നമ്മൾ പറയുന്ന ക്യാഷ് പ്രൈസ് പോലും പല സൊല്യൂഷനും കൊടുക്കുന്നില്ല. ഫിനാൻഷ്യലി ഫിറ്റ് അല്ലാത്തവർക്ക് ഈ ഫീൽഡിൽ നിൽക്കാൻ പറ്റില്ല. ഫിനാൻഷ്യലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം നമ്മൾ കഴിക്കണ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ച ഒരു കുടുംബത്തിന് ജീവിക്കുക. ഇത്രയും എഗ്ഗും ഇത്രയും ചിക്കനും അതൊക്കെ ഭയങ്കര എക്സ്പെൻസാണ്. ഞാനൊക്കെ ബോഡി ബിൽഡിങ് ചെയ്യണ സമയത്ത് ഒരു ദിവസം ഒരു എന്താ പറയുക ഒരു 1500 രൂപ മിനിമം ഭക്ഷണം കഴിക്കാൻ വേണം. 1000-1500 രൂപ. ഇത്ര 40 മുട്ട വെള്ളയും 2 ചിക്കനും പിന്നെ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ചിലവ് മാറിയില്ല. നമ്മളൊരു സീസണിൽ ചെയ്യണതിന് ഒരു 4 ലക്ഷം 5 ലക്ഷം രൂപ വരെ മുടക്കിയിട്ടാണ് ഒരു ബോഡി ബിൽഡർ കോമ്പറ്റീഷൻ ചെയ്യണത്. എന്നിട്ട് പുള്ളിക്ക് കിട്ടണത് ഒരു 1 ലക്ഷം രൂപ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിലും 75,000 രൂപ പോലും കൊടുക്കുന്നില്ല. ജിമ്മ് തുടങ്ങാനുള്ള തീരുമാനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഫിറ്റ്നസ് ഫീൽഡിൽ തന്നെ നിൽക്കാനാണ് ഇഷ്ടം. ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. പാസ്സായി, ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. പക്ഷേ ഞാൻ ഇതുവരെ ആ ജോലിക്കൊന്നും പോയിട്ടില്ല. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫിറ്റ്നസ് ഭയങ്കര കാര്യമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്ക് നല്ലൊരു ഫീൽഡാണ്. അപ്പോൾ ജിമ്മ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ന്യൂ ഇയർ അങ്ങനെ നോക്കിയിട്ട് വരുന്ന ആൾക്കാരുണ്ട്. ഞാൻ കൊടി നിർത്തി, ഞാനിനി വലിക്കില്ല, ഞാനിനി ബോഡി ബിൽഡിങ് ചെയ്യാൻ പോകണാണ്, ഫിറ്റ്നസ് നോക്കാൻ പോകണാണ്. അതൊക്കെ ജസ്റ്റ് അങ്ങനെയുള്ളൊരു തീരുമാനം എടുക്കാണ്ട് എല്ലാ മാസം ഇപ്പോൾ ജാനുവരി ആണെന്നില്ല, ഏത് മാസമായാലും നമുക്ക് ജിമ്മിൽ പോവാം, വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ സ്വയം നമുക്ക് സെൽഫ് ഡെവലപ്മെൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് സൊസൈറ്റി അപ്പം തന്നെ റെഡിയായി. ഫിറ്റ്നസ് സ്വന്തം ഹാബിറ്റ് മര്യാദക്ക് നോക്കുക. നമുക്ക് ഹെൽത്ത് ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് ന്യൂ ഇയർ ആവേണ്ട ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ നമുക്ക് ജിമ്മിലോട്ട് വരാം. പിന്നെ കുറേ ജാനുവരിയിൽ ജോയിൻ ചെയ്യണ കുറേ പേര് മടിയുള്ളവരാണ്. ആത്മാർത്ഥമായിട്ടല്ലേ അവർ ഈ ജിമ്മിലോട്ട് വരുന്നത്. എല്ലാവരും പോകുന്നതെന്നാൽ ഞാനും പോകുന്നു. അല്ലെങ്കിൽ ഒരു ഫിലിം ഇറങ്ങുമ്പോൾ ഞാൻ നല്ല ബോഡിയാണ് അതേപോലെ ആക്കണം, അങ്ങനെ പോവാം. അങ്ങനെയല്ല, നമ്മളൊരു 6 മന്ത് ഏറ്റവും കുറഞ്ഞത് വർക്കൗട്ട് ചെയ്താലാണ് നല്ല ബോഡി കിട്ടുള്ളൂ. ഇപ്പോൾ ഡിസംബർ ഈ മാസം നമ്മുടെ ജിമ്മിൽ നിന്ന് തന്നെ ഒരു 91 പേരെ കാണാനില്ല. ഞാൻ ഇന്നലെ പേരെടുത്ത് ലിസ്റ്റ് നോക്കി കഴിഞ്ഞപ്പോൾ ചേർന്ന ആൾക്കാർ ഇവിടെ ചുറ്റുമുണ്ട്. ഇതിൽ 2 പേരെ ഞാൻ കണ്ടുള്ളൂ. 89 പേര് ഇനി ജാനുവരിയിലെ തിരിച്ചു വരും. അഡ്മിഷൻ കൂടാറുണ്ട്, പക്ഷേ വേറെ കേസ് ഉണ്ട്. നമ്മളിപ്പോൾ എല്ലായിടത്തും ഇഷ്ടംമാതിരി ജിമ്മുകളുണ്ട്. പണ്ടത്തെ പോലെയല്ല. പണ്ട് പാലാരട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ കലൂരാണ് ജിമ്മുള്ളത്. ജിമ്മിൻ്റെ എണ്ണം കുറവാണ്, ഫിറ്റ്നസ് സെൻ്ററിൻ്റെ എണ്ണം കുറവാണ്. ഇപ്പോൾ ഇഷ്ടംമാതിരി ജിമ്മുകളുണ്ട്. പക്ഷേ എവിടെയെങ്കിലും ജനുവരി ആകുമ്പോൾ ജിമ്മിൽ ആളുണ്ടാവും. ബാഡ് ഹാബിറ്റ് ഉള്ളവർക്ക് ബോഡി ബിൽഡിങ് ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇതൊരു വ്രതം പോലെയാണ്. നമ്മളൊരു സമയത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അത് തീരണ വരെ നമ്മൾ മധുരം ഫുള്ള് കട്ട് ചെയ്യേണ്ടി വരും. ഫുഡ്, ഡയറ്റ്, റെസ്റ്റ്, ഇത് 3 മെയിൻ സംഭവം. ഇത് 3 മര്യാദക്ക് കീപ്പ് ചെയ്യാത്ത ഒരാൾക്ക് ബോഡി ബിൽഡിങ് ചെയ്യാൻ പറ്റില്ല. ബോഡി ബിൽഡിംഗ് അല്ല, ഫിറ്റ്നസ് നോക്കുകയാണെങ്കിൽ തന്നെ. വെച്ചാൽ നമ്മുടെ ജീവിത രീതിയാണ് നമ്മുടെ നാളെ നമ്മൾ എന്താവും എന്ന് ആക്കിയെടുക്കണം. നോർമലായിട്ടൊരാൾ വർക്കൗട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1-1.5 മണിക്കൂർ, ബിഗിനേഴ്സ് ആണെങ്കിൽ 1 മണിക്കൂർ, കുറച്ച് അഡ്വാൻസ്ഡ് ആണെങ്കിൽ ഒരു 1.5 മണിക്കൂർ നമുക്ക് വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ 1.5 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഒരു 25 മിനിറ്റ്സ് കാർഡിയോ, ഒരു 1 അവർ വെയിറ്റ് ട്രെയിനിങ്, അങ്ങനെ പോയാൽ മതിയോ. ബിസിനസ് എന്നുള്ള നിലയിൽ 2 രീതിയിൽ ഇപ്പോൾ പരിപാടികൾ ചെയ്യുന്നുണ്ട്. ഒന്ന് ബിസിനസ്സായിട്ടും ഒന്ന് പാഷനായിട്ടും. അപ്പോൾ ബിസിനസ് എന്ന് പറയുമ്പോൾ ജിമ്മ് നല്ലൊരു വരുമാന മാർഗ്ഗമാണ്. കാരണം വെച്ചാൽ 1-ൽ കൂടുതൽ ആൾക്കാർ വരുന്നല്ലേ. അപ്പോൾ നമുക്ക് മന്ത്ലി ഒരു വലിയൊരു ഇൻകം അതിൽ നിന്നും കിട്ടും. പിന്നെ വേറെ കാര്യം, നമ്മൾ കൊടുക്കുന്ന ട്രെയിനിങ്ങും ഫെസിലിറ്റീസും പോലെ ഇരിക്കും. പിന്നെ ക്ലയൻസിനോട് നന്നായിട്ട് പെരുമാറുക. അപ്പോൾ അവരും തിരിച്ച് നന്നായിട്ട് പെരുമാറും. ഒരു 2 കൊല്ലം അല്ലെങ്കിൽ 1 കൊല്ലത്തെ കണക്കെടുത്താൽ തന്നെ 2000 മെമ്പർഷിപ്പോളം ജിമ്മിൽ വരും. ഇതിൽ ഒരു 500ഓളം പേരെയൊക്കെ പെട്ടെന്ന് കാണാണ്ടാവും. ചേർന്നിട്ട് ഇപ്പോൾ ജോലി മാറ്റം കിട്ടി വന്നു, 6 മന്ത് പ്ലാൻ എടുത്തു, 2 ദിവസം വന്നിട്ട് ചേട്ടാ എനിക്ക് വരാൻ പറ്റില്ല, ബുദ്ധിമുട്ടാണ്, ഞാൻ പോവുകയാണ്, അങ്ങനെ പറഞ്ഞിട്ട് പോകുന്നു. ചിലർ പറയാണ്ട് പോകും. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പെട്ടെന്നെല്ലാം വേണം. പെട്ടെന്ന് പറഞ്ഞാൽ ജിമ്മിൽ വന്നവിടെ തന്നെ നേരെ വെയിങ് മെഷീനിലോട്ട് കയറുക, വർക്കൗട്ട് ചെയ്യുക, ബോഡി പെട്ടെന്ന് അങ്ങോട്ട് വരുമെന്നാണ് ഇവർ ചിന്തിക്കണം. പക്ഷെ അതിന് എല്ലാത്തിനും ഒരു പ്രോട്ടോക്കോളുണ്ട്. ബേസിക്സ് ചെയ്ത് ഒരു 1 വീക്ക് അങ്ങനെ പോയിട്ട് അങ്ങനെ പയ്യാണ് നമുക്കെല്ലാ ഒരു ഇതിലോട്ട് പോകാൻ പറ്റുള്ളൂ. മടിയന്മാരെ കൊണ്ട് ഈ കാര്യം പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ കഷ്ടപ്പെടുന്നവർക്ക് ഇത് പറ്റുള്ളൂ. മടിയുള്ളവർക്ക് ഇതിൽ പിടിച്ചേക്കാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഹാർഡ് വർക്കും ഡെഡിക്കേഷനും വേണം. പിന്നെ നമ്മൾ മെൻ്റലി നല്ല പ്രിപ്പയർഡ് ആയിരിക്കണം. മെൻ്റലി പ്രിപ്പയർഡ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. എനിക്ക് പറയാനുള്ള എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ, നമ്മൾ ജിമ്മിൽ പോകുമ്പോൾ പാർട്ട്ണറിൻ്റെ ആവശ്യമില്ല. നമ്മുടെ പാർട്ട്ണർ നമ്മൾ തന്നെയാണ് ലൈഫിൽ. വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാൽ വല്ല സിനിമയ്ക്ക് പോകുമ്പോഴാണ്, കല്യാണത്തിന് പോകുമ്പോഴാണെങ്കിൽ കൂട്ടുകാരെയൊക്കെ വിളിക്കാം. ഇപ്പം 4-5 പേരായിട്ട് ചേരണവരുടെ മെയിൻ പ്രശ്നം ഇതാണ്. ഇപ്പം നമുക്ക് ചുറ്റുമുണ്ടവർ ജിമ്മിൽ വന്നിട്ട്
ഓക്കെ, ജിമ്മിൽ വന്നിട്ട് അവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ക്ലയൻറ്റിൻ്റെ ഗോൾ അനുസരിച്ചിട്ട് വേണം നമ്മൾ വർക്കൗട്ട് കൊടുക്കാൻ. അപ്പോൾ അവർക്ക് ചിലപ്പോൾ വെയിറ്റ് ലോസ് ആയിരിക്കും, വെയിറ്റ് ഗെയിൻ ആയിരിക്കും, അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ഫിറ്റായാൽ മതി കേട്ടാന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. എൻ്റെ പേര് ജിത്തു എന്നാണ്, സ്ഥലം ആലപ്പുഴയാണ്. കോവിഡ് കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു 143 kg വെയിറ്റ് ആയി. അത് കഴിഞ്ഞപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായി ബോഡിക്കൊക്കെ. പിന്നെ ആലപ്പുഴ പോലൊരു സ്ഥലത്ത് അത്ര നല്ല ജിമ്മുകളൊന്നും ഇല്ലായിരുന്നു. പിന്നെ എറണാകുളത്ത് ജോബും ഉണ്ട്. പിന്നെ എനിക്ക് രണ്ടാം കൂടെ ഒരുമിച്ച് പോകാൻ പറ്റില്ലായിരുന്നു. അപ്പം നോക്കിയപ്പോൾ ഒരു നല്ല ജിമ്മ് തപ്പിയപ്പോൾ VC ഫിറ്റ്നസ് ഉണ്ട്. അങ്ങനെയാണ് ഇവിടെ ജോയിൻ ചെയ്തത്. ഞാൻ 143 ഇപ്പം 82 ആണ്. 82 എത്താനായിട്ട് ഞാനൊരു 9 മാസം ടൈം എടുത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 1 year ആയിട്ട് വർക്കൗട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ നമുക്ക് ഒത്തിരി ഓവറായിട്ടൊരു ബോഡി ഫാറ്റ് കയറി കഴിഞ്ഞാൽ നമുക്കൊരു വർക്കും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. വർക്കെന്ന് വെച്ചാൽ ഫിസിക്കലൊന്നല്ല, എല്ലാ രീതിയിലും ഒന്നും ചെയ്യാതാവും. അപ്പോൾ പിന്നെ നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നും. അങ്ങനെ കുറച്ചാണ്. പ്രോപ്പറായിട്ട് ഡയറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ടൈമിൽ ഫുഡ് കഴിച്ചു, ടൈമിൽ വർക്കൗട്ട് ചെയ്തു. തടി കൂടിയിട്ട് കാര്യമൊന്നുമില്ല. എല്ലാവരും പറയുന്നുണ്ട് ഫുഡ് കഴിച്ചാൽ ഇപ്പോൾ ഈ സമയത്തല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. അത് ഒരു പ്രായമായി കഴിഞ്ഞപ്പോഴേ അവർക്ക് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് കാലം തടിയനായിട്ട് ഇരുന്നാലേ അവർക്ക് മനസ്സിലാകത്തുള്ളൂ തടിയുടെ ബുദ്ധിമുട്ടുകൾ. അത് ഇന്നോ നാളെ തടി വന്നിട്ട് അങ്ങനെ അവർക്ക് മനസ്സിലാവില്ല. അപ്പം തടി കുറച്ച് ഹെൽത്തി ആയിട്ടിരിക്കുക, അസുഖങ്ങളുണ്ടാകും, എല്ലാം ചെയ്യാൻ പറ്റും. അങ്ങനെ അപ്പോൾ അവരുടെ ആവശ്യം അനുസരിച്ചിട്ട് നമ്മൾ അതിനനുസരിച്ചുള്ള ട്രെയിനിങ് കൊടുക്കും. ഡയറ്റ് പിടിക്കണ പോലെയും നമ്മുടെ ബോഡി വരും. ഡയറ്റ് പിടിച്ചില്ലാണ്ട് ഇപ്പോൾ കണ്ണി കണ്ട പോലെ കഴിച്ചു കഴിഞ്ഞാൽ മിസ്റ്റർ ഒളിമ്പിയയിലും പോയി. ഡയറ്റ്, ഷുഗർ, ഓയിൽ അത് കീപ്പ് ചെയ്തില്ലെങ്കിൽ കാര്യമില്ല. കേരളത്തിൽ സ്പോൺസർഷിപ്പ് കിട്ടുന്ന കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഒരു അത്ലറ്റിന് മുന്നോട്ട് പോകാൻ പറ്റാത്തത്. ബോഡി ബിൽഡിങ് ചെയ്യുന്ന ഒരാൾക്ക് ഇപ്പോൾ ജോലി കിട്ടുക എന്നുള്ളത് അതിലേറെ കഷ്ടമായി തുടങ്ങി. അതുകൊണ്ടാണ് കുറേ പേരും ഇപ്പോൾ 3 തവണ 5 തവണ മിസ്റ്റർ കേരളായ ആൾക്കാർ തന്നെ ഉണ്ട് നമ്മുടെ നാട്ടിലെ, നമ്മുടെ ഏജിൽ. അവർ പോലും ജോലിക്ക് കയറിയിട്ടില്ല. ഓൺലൈൻ ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. ഓൺലൈൻ ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ക്ലയൻസ് ഇന്ത്യയിലല്ല, പുറത്താണ്. അബുദാബി, പിന്നെ ബഹ്റൈൻ, അവിടുത്തെ ട്രെയിനേഴ്സ് വരെ ഞാൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ. മിസ്റ്റർ വേൾഡ് വരുന്നുണ്ട്, മിസ്റ്റർ ഏഷ്യ വരുന്നുണ്ട്. അതൊക്കെ പുറത്ത് വെച്ചുള്ള മത്സരമാണ്. അപ്പോൾ നല്ല രീതിയിലുള്ള സെറ്റപ്പ് വേണം. പിന്നെ പ്രോ കാർഡ് ചാമ്പ്യൻഷിപ്പ് ഉണ്ട്, അതും ചെയ്യണമെന്നുണ്ട്. അപ്പോൾ IFBB പ്രോ ആയി കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ചുരുക്കം ചില ആൾക്കാർക്ക് പ്രോ കാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്, അത് ചെയ്യണം എന്ന് ആഗ്രഹം. കോമ്പറ്റീഷൻ നിർത്തത്തില്ല. ഞാൻ ജസ്റ്റ് 31 ആവണുള്ളൂ. ഞാൻ 40 കഴിഞ്ഞാലും മാസ്റ്റേഴ്സിൽ കോമ്പറ്റീഷൻ ഉണ്ട് ബോഡി ബിൽഡിങ്. ഞാൻ എന്തായാലും ലാസ്റ്റ് വരെ ചെയ്യും.